നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം. സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടയില്ലാതെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്ലാസ് റാഗിയുടെ സ്മൂത്തി വേണ്ടത് അതനുസരിച്ച് റാഗി കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച റാഗി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ റാഗി നന്നായിട്ടൊന്ന് വെന്ത് വരും വരെ കുറുക്കി എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് അളവിൽ എടുത്തേക്കുന്നത്, ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്താണ് ഇത് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അല്ല നമുക്ക് പാല് വേണ്ട, റാഗി മാത്രം മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാനായിട്ട്. നമുക്ക് റാഗി ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റാഗി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ വെച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് വേവിച്ച ക്യാരറ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ തണുപ്പിക്കാൻ മാറ്റി വെച്ച റാഗിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സിനമോൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനായിട്ട് 2 ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ലേശം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കാം. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.